ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇഷ്ടമുള്ള പൂരി മസാലയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഒരു സ്പെഷ്യൽ പൂരിയാണ്, അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് പൂരിക്കുള്ള മാവ് ഒഴിച്ചിരിക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് മാവും 1 കപ്പ് മൈദ മാവും എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 3 സ്പൂൺ ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് പുതിനയിലയും 1/2 കപ്പ് മല്ലിയിലയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കുക. അതിലേക്ക് ഒരു മീഡിയം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം തിളയ്ക്കുകയും ചെയ്യരുത്, എന്നത്ര ഇളം ചൂടായിരിക്കരുത്. ഒരു മീഡിയം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് ചപ്പാത്തിക്ക് കുഴക്കണ പോലെ, നമ്മൾ പൂരിക്ക് കുഴക്കണ പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ആദ്യം നമ്മൾ ഇത്തിരി സോഫ്റ്റായി കുഴക്കണം. എന്നിട്ട് എല്ലായിടത്തേക്കും ആവശ്യത്തിനുള്ള വെള്ളം ആയോ എന്ന് അറിഞ്ഞിട്ട് മാത്രം ശരിക്കും തിരുമ്മി കുഴയ്ക്കാം. കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒന്ന് തൂവിട്ട് ഒന്ന് റോൾ ചെയ്ത് മൊത്തത്തിലൊന്ന് പുരട്ടി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം. ഈ സമയം നമുക്ക് ഇതിൻ്റെ മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 5 ചെറിയ ഉരുളൻകിഴങ്ങും 2 ക്യാരറ്റും 2 സവാളയും കൂടി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി കൂടി ചതച്ചത്, കുറച്ച് വേപ്പില, ഒരു 5 പച്ചമുളക്, പിന്നെ 1 സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കതൊന്ന് വേവിക്കാൻ വയ്ക്കാം. ഇപ്പം നമ്മുടെ ഡൗ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. നമ്മൾ കുക്കറിൽ വെച്ചേക്കണ ആ മസാലയ്ക്കുള്ള കൂട്ട് ശരിക്കും വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സിമ്മിലിടുക. എന്നിട്ട് നമ്മൾ ഇതൊക്കെ ബോൾസൊക്കെ ആയി ആവശ്യത്തിന് പൂരിയൊക്കെ പരത്തി കഴിയുന്നവരെ അവിടെ സിമ്മിൽ കിടന്നോട്ടെ. നന്നായി വേവണം, ശരിക്കും ഉടഞ്ഞു വരുന്ന രീതിയിൽ തന്നെ വെന്ത് കിട്ടണം. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബോഡയിൽ കുറച്ച് മൈദ തൂവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഒരെണ്ണം പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മറ്റുള്ളത് കൂടി പരത്തിയെടുക്കാം. സമയം ഞാനൊരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച് വരുന്ന രീതിയിൽ ചൂടായി കിടക്കണം, നല്ലതുപോലെ ചൂടാവണം. ഞാനിവിടെ കുറച്ച് പൂരി പരത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ നല്ലതുപോലെ ചൂടായി കിടക്കുന്ന വെളിച്ചെണ്ണയിലേക്കിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കെടുക്കാം. അടുത്ത പൂരി ഇട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള പൂരി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല താളിച്ചെടുക്കണം. കുക്കറിൽ തന്നെ വെച്ച് വെന്തിരിക്കുന്ന ഉരുളൻകിഴങ്ങൊക്കെ ശരിക്കും ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം.
കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് എല്ലാം പൊട്ടിത്തീരണമെന്നില്ല, നമുക്കതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ശരിക്കും മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ പൂരിയുടെ മസാല റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് ശരിക്കും ഉടച്ചാണ് എടുത്തിരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ് ഈ കറി. അതുപോലെ തന്നെ പൂരി നല്ല രസമാണ്. പുതിനയിലയും അതുപോലെ മല്ലിയിലയും കൂടിയുള്ള ആ ഒരു ഫ്ലേവർ അത് നമുക്കിപ്പോൾ ഈ അളവ് നമുക്ക് ഇത്ര അളവൊന്നും ഇല്ല, മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു പൂരിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിട്ടുപോരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്